ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ് ടൈം ഫോർ ഹാപ്പി. അപ്പോൾ നമുക്കിന്ന് വാട്ടയിറ്റിനിടെ ആയാലോ. അപ്പോൾ രാവിലെ വെച്ച കുറച്ച് ടൈപ്പ് പുട്ടുപൊടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റാഗി, കമ്പം, ചോളം അതൊക്കെ. അപ്പോൾ അതിനകത്ത് കുറച്ചെടുത്ത് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ സാമ്പാറായിരുന്നു സ്പെഷ്യൽ. സാമ്പാർ എനിക്ക് എല്ലാത്തിൻ്റെ ഒപ്പം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സാമ്പാറും പുട്ടായിരുന്നു രാവിലത്തെ സ്പെഷ്യലായിട്ട്. കണ്ടിച്ചേമ്പ് ഇത് താഴെടുത്ത് പിന്നെ കണ്ടിച്ചേമ്പിൽ വിത്തുണ്ടാന്ന് നോക്കാം. നമുക്ക് കാച്ചിങ്ങയിലും വിത്തുണ്ടാന്ന് നോക്കാം. ഇപ്പം നട്ടതല്ലേ, 2 വർഷമൊക്കെ ആയാലേ നല്ല വലുതാവുള്ളൂ. കണ്ടിച്ചേമ്പ് കിട്ടിയില്ലേ? കണ്ടിച്ചേമ്പ് പറിച്ചത് അതിൽ വിത്തുകളൊന്നുമില്ല. ഒരെണ്ണം അതിൻ്റെ കരിഞ്ഞോട്ട് കഴിഞ്ഞ ആഴ്ച എടുത്തല്ല, അപ്പോൾ ചന്തും ഉണ്ടായില്ല. ഇപ്പൊ നമുക്ക് കാച്ചിൽ പറിച്ചു നോക്കാം. ചെറുതായിരിക്കും. കാച്ചിൽ നേരത്തെ ഇട്ടതൊക്കെ പറിച്ചു പോയി. ഇതെല്ലാം ഉണ്ടോ ഇല്ലെന്ന് നോക്കാം നമുക്ക്. അങ്ങാട്ടേക്ക് ഉണ്ട്. അച്ഛൻ വരട്ടെ. അമ്മക്ക് ഇത് എടുക്കാൻ അറിയാൻ പാടില്ല. അച്ഛൻ വരട്ടെ. ഇത് നമ്മള് വിത്തിനെ ഇടാൻ പോണേ കേട്ടാ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കുള്ള കാച്ചിലാണ് ഈ പറിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ നമുക്ക് കാച്ചിലാണ്. അപ്പോൾ ഉച്ചക്കലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പൊതിച്ചോറ് തിന്നാനൊരു ആഗ്രഹം. അപ്പോൾ ഞാനൊരു വാഴയിലൊക്കെ വെട്ടി വാട്ടി അതിൽ ചോറും അധികം കറികളൊന്നുമില്ല. നമ്മുടെ ഞണ്ട് കറി, പിന്നെ മീനച്ചാർ, മീൻ വറുത്തത്, മാങ്ങ ഉപ്പും മുളകിട്ടത്, മാങ്ങ ചമ്മന്തി, ഇതൊക്കെയായിരുന്നു നമ്മൾ പൊതിച്ചോറിൽ നമ്മൾ എടുത്തത്. മുട്ട വറുത്തതൊന്നും ഉണ്ടായില്ല, പെട്ടെന്നൊരു കൊതിക്ക ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് പൊതിഞ്ഞ് ഒരു 1.5 മണിക്കൂർ നമ്മളിത് അങ്ങനെ തന്നെ വെച്ചിരുന്നു. എന്നിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ആ വാഴയുടെ ഫ്ലേവർ, വാഴയിലയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ മോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ നല്ലതായിട്ട് ആ ഫ്ലേവർ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതിച്ചോറിന്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചത് അതായിരുന്നു, ഉച്ചക്കത്തെ സ്പെഷ്യൽ പൊതിച്ചോറ്. അപ്പോൾ അതെ, ഞാൻ ചോറ് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്ക് കാച്ചിൽ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ നീല കാച്ചിലാണെന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഉള്ളിൽ വൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കാച്ചിൽ. അതിൽ നമ്മൾ തേങ്ങയിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. ഞാൻ ഈ കാച്ചിൽ ഇങ്ങനെ വേവിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങയിട്ട് കഴിക്കുന്നത് ആരങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കഴിക്കാത്തവരാണെങ്കിലൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ് കാച്ചിലിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് കാച്ചിൽ പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ കാച്ചിലും ഉച്ചക്കലത്തെ ചമ്മന്തിയും കട്ടൻ ചായ ആയിരുന്നു വൈകുന്നേരം. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ രാത്രി ചമ്മന്തി, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പിന്നെ കാച്ചിലും പരിപ്പും കൂടി വെച്ചത്, അതായിരുന്നു രാത്രി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെ ബൈ.